അങ്ങനെ 9 കളർ മിക്സ് ചെയ്തിട്ട് വന്നൊരു കളറാണ്. ചേട്ടൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഫ്രെയിം, അതായത് ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന ഒരു ഫ്രെയിം ഫുള്ള് ഡാമേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്റ്റയുടെ പേളടിച്ച തന്നെ ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് ഗാരേജ് വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള മുരിയാടുള്ള ഗാരേജ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 4 മാസമായിട്ടുണ്ട്. 4 മാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 22 വാഹനങ്ങളോളം നമ്മൾ ഇവിടെ നിന്ന് ഡെലിവറി ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ഫുൾ പെയിൻറ്റിങ്ങും ഉണ്ട്, എന്നാൽ ഫേസ് ലിഫ്റ്റിംഗ് മാത്രമായിട്ട് വന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗാരേജിൽ കൂടുതലായിട്ട് വരുന്നവർക്ക് ഈ 2010, 2011 കാലഘട്ടത്തിൽ ഇറങ്ങിയ വാഹനങ്ങളുടെ റീടെസ്റ്റ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ റീടെസ്റ്റിൻ്റേതായിട്ടുള്ള ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ 2014 കാലഘട്ടത്തിൽ ഇറങ്ങിയ വാഹനങ്ങളുടെ റീപെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ടുള്ള സമയം കാര്യങ്ങളൊക്കെ ആയി. ഏകദേശം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്ക വാഹനങ്ങൾക്കും. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് പരമായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഗാരേജിലേക്ക് നടന്നു പോകുന്നത്. ഏകദേശം ഇത്രത്തോളം വാഹനങ്ങൾ നമ്മുടെ ഗാരേജിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഓരോ വാഹനങ്ങളുടെ ജോബ് കാർഡും കാര്യങ്ങളൊക്കെയാണ്. അത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബ് കാർഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ നമ്മൾ വന്നിട്ടുള്ള ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വന്നിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ജിബു ഇവിടെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ബാക്കിയില്ല, ഫുള്ളായിട്ട് വാട്സപ്പിൽ റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പർ ഈ ഒരു നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇടയിലേ വരാം, അല്ല ഇതിപ്പോൾ അതെ ചില സമയങ്ങളിലൊക്കെ ഇവനൊക്കെ ലീവൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ ഒരു ദിവസമൊക്കെ ഇടയിലേക്ക് വരാറുണ്ട്. പക്ഷെ എന്നാലും എന്തായാലും റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. ഏകദേശം എത്രത്തോളം ഉണ്ടായിരുന്നു? ചില ദിവസങ്ങളിൽ ഒഴിജിനാനൊക്കെ മെസ്സേജുകളുണ്ടാവും. അപ്പോൾ ഏകദേശം എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈയും കാര്യങ്ങളെല്ലാം കൊടുത്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യണവരോട് മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴാണ് ടൈറ്റ് എന്നും പറഞ്ഞ് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി അതിന് വേണ്ടി ഇരിക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുക. എല്ലാ സമയത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പ് മെസ്സഞ്ചർ ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, എന്തായാലും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്നിട്ടാ AP ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു വാഹനം നമുക്ക് ഡെലിവറി ഉണ്ട്. അതിന് മുമ്പ് ഒരുപാട് വർക്കുകൾ ആ വാഹനത്തിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ സെക്ഷനിലേക്ക് ഒന്ന് പോകും. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നൊരു വണ്ടി, അത് പെട്രോൾ ഇന്നോവ ആയിരുന്നു. വണ്ടിയുടെ ഫൈനൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഇന്നോവയാണ്. അതേപോലെ തന്നെ വയറിങ് ഒരുപാട് കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നല്ല ഒരുപാട് വയറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വയറിങ് ഉണ്ട്. അപ്പോൾ അത് കാരണം ചില ഏതിപ്പോൾ വർക്ക് ചെയ്യാത്ത പാർക്ക് വർക്ക് ചെയ്യാണ്ടും, അതേപോലെ തന്നെ സിഗ്നൽ ലൈറ്റിൻ്റെ ശരിയായാ സിഗ്നൽ ലൈറ്റ് ഓക്കെ അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഈ ഗ്യാസ് കിറ്റ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്താണ് കാരണം ഒരുപാട് അഡീഷണൽ വയറിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കണ്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വണ്ടിയുടെ ടൈപ്പ് 4 ഫേസ് ലിഫ്റ്റിംഗ് ആയിരുന്നു. 4ലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തു. അവിടെ ലീഗലായിട്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷേ അത് കൈക്കൂലിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സെയിം ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു സിൽവർ കളർ തന്നെയാണ് ഇതിൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. വണ്ടിയുടെ സെറ്റിങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ബാക്കിലെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ വരുന്ന ബൾബ് കത്തുന്നില്ല. അപ്പോൾ ബൾബ് കത്താത്തത് ബൾബ് ചേഞ്ച് ചെയ്തു, എന്നിട്ടും കത്തല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ബൾബ് ഇട്ടുണ്ട്. പാർക്ക് ഓൺ ചെയ്താ ഓണാ. എടാ ഒരു പ്ലസ് മറ്റേ നമ്മുടെ ഇതെടുത്തിട്ട് എന്നാൽ ഷോർട്ടാ വരുന്നില്ല. ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഓ ജോയിൻ്റ് ഉണ്ടോ?
എന്തായാലും ഡിക്കി പാനൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ കപ്ലർ ഇപ്പുറത്തേക്ക് ഇട്ട് വെക്കി. അവിടെ നമുക്ക് നോക്കാം. അല്ല ഗ്ലാസ് പിടിപ്പിച്ചോ. എന്തായാലും ബൾബിൻ്റെ കുഴപ്പമില്ല. അത് മനസ്സിലായില്ലേ? ഏത് അതന്നെ പിടിപ്പിച്ചോ, എന്നിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചോ. പാർക്കിൽ വരുന്നുണ്ടോ? പാർക്കൽ ഓൺ. ആ പാർക്കിൽ വരുന്നുണ്ട്. പാർക്കിലിട്ടൊക്കെ ഉണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ അവിടേക്ക് മാത്രമുള്ള കപ്ലർ എന്തോ ഡാമേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും സാധനം സെറ്റ് ചെയ്തോ. കപ്ലറിൻ്റെ കംപ്ലൈൻറ്റാണ്. ഫിറ്റ് ചെയ്തോ. ഫിറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തോ. ഓക്കെ. അപ്പോൾ അതങ്ങനെ പണി നടക്കട്ടെ. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചില വാഹനങ്ങൾ അങ്ങനെയാണ്. ചില ഏരിയകളിൽ വയറിങ് കുറച്ച് പണി കിട്ടും. പക്ഷേ ഇന്നോവയ്ക്ക് തീരെ വരാറില്ല അങ്ങനെ വയറിങ് കംപ്ലൈൻറ്റ്. ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറി വയറിങ് കാരണത്ത് എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതേപോലുള്ള പണിയും കാര്യങ്ങളൊക്കെ കിട്ടാറ്. ഞാലക്കുടയിൽ നിന്നാണ് പെയിൻറ്റ് എടുക്കാറ്. നമ്മൾ ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവിടെ നിന്ന് എടുക്കാറ്. അപ്പോൾ KFCയുടെ ഡീലർഷിപ്പാണിത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ എർട്ടിഗയ്ക്ക് പെയിൻറ്റ് എടുക്കാൻ വേണ്ടി. സോണിക് ബ്ലൂ അല്ലടാ പേര്. എർട്ടിഗ ടച്ചപ്പിന് നമ്മളെ പെയിൻറ്റ് എടുത്തത് എർട്ടിഗയ്ക്ക് ഇവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ടച്ചപ്പിന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. എവിടെ അതിൻ്റെ ഇത് എങ്ങനെയുണ്ട്? കാർഡൊന്നുമില്ല. ആ സാധനം മിക്സ് ചെയ്തെടുത്തേ അവിടെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതെടുക്കാൻ വന്നതാണ്. അതേപോലെ ഇവിടെ KFC ഉണ്ട്, അതേപോലെ തന്നെ സീക്വൻസ് ഉണ്ട്. അപ്പോൾ പെയിൻറ്റ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ കാട്ടൂർ റോട്ടിൽ പാലം ബസ് സ്റ്റോപ്പല്ലേ, പാലം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ആയിട്ടോ ഷോപ്പ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ എർട്ടിഗയുടെ. ഇതാണ് നമ്മുടെ എർട്ടിഗയുടെ കോഡ്. കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു നമ്മളോട്. സോണിക് സ്പീഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറാണ് നമ്മൾ എർട്ടിഗ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കും കളറ് മിക്സ് ചെയ്യണം. എത്ര എണ്ണം അവിടെ? 1 2 3 4 5 6 7 8 9 കളറ് മിക്സ് ചെയ്താലാണ് ആ സാധനം ഇവിടെ അങ്ങനെ 9 കളറ് മിക്സ് ചെയ്തിട്ട് വന്നൊരു കളറാണ് നമ്മുടെ ഈ ഒരു കളറ്. ഇത് BMW M Series എന്നുള്ളത് തന്നെ. BMW നോർമലായിട്ട് തന്നെ കളർ. അതെ. ഏതിനാ? M8. ഓക്കെ. അപ്പോൾ നമ്മുടെ കളറ് റെഡി ആയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും വാങ്ങാണ്ടോ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമ്മളെ ഷോപ്പൊന്ന് പരിചയപ്പെടുത്തിയാണ്. KFC പിന്നെ സീക്വൻസ് നല്ലൊരു പെയിൻ്റാണ്. പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രൊമോഷൻ നല്ല, കാരണം നമ്മൾ ഡെയിലി എടുക്കണ കാരണം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് ഗ്യാരേജ് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗ്യാരേജിലെത്തിയിട്ടുണ്ട്. ഗ്യാരേജിൽ ഞാൻ ഉണ്ടാക്കിയ സ്ക്രാച്ചസുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ ഡിക്കിയുമ്പോൾ ചെറിയ ഡെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. ഒരു സ്കൂട്ടി വന്ന് കയറിയതാണ്. അപ്പോൾ അത് രണ്ടും ടച്ചപ്പ് ചെയ്യണം. റണ്ണിങ് ബോർഡിൻ്റെ അടിവശം ഞാൻ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈമറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ടച്ചപ്പ് ചെയ്ത് ഇനിയിപ്പോൾ ഇറക്കണം നമുക്ക്. ചില സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന വർക്കുകൾ വളരെ മോശം കണ്ടീഷനായിരിക്കും. പക്ഷെ അത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. വണ്ടി ആൾ പുറത്താണ്, നാട്ടിൽ ഒരുപാട് നാൾ കിടന്നൊരു വണ്ടിയാണ്. കസ്റ്റമർ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ വണ്ടി ഓക്കെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് കാലം വണ്ടി ഉപയോഗിക്കാണ്ട് കിടന്നുണ്ട്. ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട്. റണ്ണിങ് ബോർഡ് ഫുള്ളും പോയിട്ടുണ്ട്. ഫ്രണ്ട് അഴിച്ചപ്പോൾ ഒരുപാട് ആക്സിഡൻ്റ് ആയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വർക്കുകൾ ഇതുമ്പോൾ ചെയ്തിട്ടുണ്ട്. സ്ക്രൂ വരെ അഴിക്കാൻ കിട്ടാത്ത അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ്. എന്താ പിന്നെ തുരുമ്പുണ്ട്, ബോഡി ഫ്രെയിമും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പോൾ മൊത്തത്തിലിത് ക്ലിയർ ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം. നല്ലൊരു വർക്കാണ്, നല്ലൊരു ടൈം എടുക്കുന്ന വർക്കാണ്. അതേപോലെ തന്നെ മറ്റൊരാൾ ചെയ്ത വർക്ക്, അത് മറ്റൊരാൾ ചെയ്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ട് തന്നെ
പിന്നീട് കിട്ടുന്ന പെർഫെക്ഷൻ 100% കിട്ടണമെന്നില്ല, എന്നാലും മാക്സിമം നല്ല രീതിയിൽ നമുക്ക് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്രോണൊക്കെ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫില്ലറിന് ഡാമേജ് ഉണ്ട്, ഇവിടെ ഫില്ലർ ഡാമേജ് ഉണ്ട്, ഇവിടെ കറക്റ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വന്നൊരു വണ്ടി ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടിക്കാത്തൊരു ഭാഗമില്ലല്ലേ. ഇതിൻ്റെ കസ്റ്റമറെ ഇന്ന് വിളിക്കണം. ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റ് ഇരിക്കണ ഈ ഒരു ഫ്രെയിം നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണം. അല്ലാണ്ട് ഇത് എത്ര പണിതാലും വൃത്തിയായില്ല. കണ്ട ഇവിടെ നിന്നൊക്കെ ചുളുങ്ങി വന്നേക്കാണ്. അപ്പോൾ അത് ഫ്രെയിം റീപ്ലേസ് ചെയ്യാനുള്ള പെർമിഷൻ കസ്റ്റമറിൽ നിന്ന് വാങ്ങണം. ചേട്ടൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഫ്രെയിം, അതായത് ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന ഒരു ഫ്രെയിം ഫുള്ള് ഡാമേജ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഫ്രണ്ട് ഫ്രെയിം റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. വണ്ടി വർക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ടിരുന്നത് കുറച്ച് പാച്ച് വർക്കായിട്ടുള്ള വാഹനങ്ങൾ കുറച്ചുണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഫ്രെയിം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തിട്ടൊന്ന് വോയിസോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫ്രെയിം റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഫ്രണ്ടേജിൻ്റെ ആ ഒരു കംപ്ലൈൻറ്റുകൾ മാറും. പക്ഷേ ഇതിന് വേറെ കംപ്ലൈൻറ്റുകളുണ്ട്. ഇപ്പോൾ റണ്ണിംഗ് ബോർഡ് നോക്കണമെങ്കിൽ ഭാഗം നോക്കണമെങ്കിൽ കണ്ട തുരുമ്പാണ്. അപ്പോൾ ഈ റണ്ണിംഗ് ബോർഡ് മിക്കതും റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഓരോന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് പെർമിഷൻ ചോദിക്കണം ഓരോന്നും. അപ്പോൾ ഓൾറെഡി കസ്റ്റമർക്ക് അറിയാം കുറച്ച് വർക്ക് ഇതിന് കൂടുതലാണെന്ന് കസ്റ്റമർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ഇതറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ കൺഫേം പറഞ്ഞിട്ടുണ്ട്, ഈ സാധനം റീപ്ലേസ് ചെയ്തോളാം കൺഫേം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വണ്ടി അഴിക്കുകയാണ്, ഫുള്ളായിട്ട് പ്ലാറ്റ്ഫോം സാധനങ്ങളെല്ലാം അഴിച്ച് മാറ്റണം. സീറ്റ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് അഴിക്കുകയാണ്. കാരണം നമ്മൾ മൊത്തം ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇനി പിന്നീടൊരു ഇഷ്യൂ വരരുത്. അപ്പോൾ അത് കാരണം എല്ലായിടത്തും അഴിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ഇന്നറൊക്കെ അഴിച്ചിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത വീഡിയോ വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചു, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെറിയ രീതിയിൽ ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കൽ വാഹനം ഉള്ളവരായിട്ട് ഡിസ്കസൊക്കെ ചെയ്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 10 മിനിറ്റ് വീഡിയോ അടുത്തത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ആ ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. പിന്നെ ബൂത്തിൽ നമ്മുടെ പേൾ വെയിറ്റ് അടിക്കുന്ന വണ്ടിയുടെ ക്ലിയർ കോട്ട് അടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ പേൾ വെയിറ്റ് അടിക്കുന്ന വണ്ടിയുടെ ക്ലിയർ കോട്ട് ആപ്ലിക്കേഷനാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി ബൂത്തിൽ നടക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം ക്ലിയർ അടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അകത്തേക്ക് ഡസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ പണി വാളും. അപ്പോൾ ഡോർ അവിടെ ഇരുന്നോട്ടെ, അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. എൻ്റെ വണ്ടിയുടെ സ്പോട്ട് ഉണ്ടായവിടുത്തെ സ്പോട്ടുകൾ തീർത്തു. എനിക്ക് മുമ്പത്തേക്ക് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ വണ്ടിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സാൻഡൊക്കെ ചെയ്ത് അതിനെ ഗോൾഡൻ കളർ വണ്ടിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് സ്റ്റാൻഡ് പോലും ചെയ്തല്ല അല്ലേ, അതൊക്കെ ഒന്ന് ഉരയ്ക്ക പോലും ചെയ്യാണ്ട് ബബിൾസിന് മേലേക്കാണ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് വൈറ്റ് കളർ വണ്ടിയാണ് കേട്ടോ, അതാണ് ഇപ്പോൾ ഗോൾഡൻ കളറായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല പണിയുണ്ട്. ഇതിനിപ്പോൾ മൊത്തത്തിൽ ചിരണ്ടി എടുക്കണം. അതിന് ശേഷം ചിരണ്ടി എടുത്ത ശേഷം മൊത്തം ഈ ഡെൻറ്റുകൾ ഒന്നുകൂടി വലിക്കാനുണ്ട്. അത് വലിച്ച് ലെവലിന് ശേഷമാണ് ഇനി പുട്ടി വർക്ക് തുടങ്ങേണ്ടത്. പുട്ടി വർക്കുണ്ട് ഒരുപാട്. അതേപോലെ AP രജിസ്ട്രേഷൻ വണ്ടിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം സ്കർട്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റിങ് നേരത്തെ കണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ അതായിരിക്കും ഞാൻ അടുത്തത്തെ വണ്ടി. പെട്രോൾ ഇന്നോവയാണ്. മിക്കവാറും ഡെലിവറി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വ്യാഴാഴ്ച ആയിരിക്കും ഡെലിവറി. അതായത് 10-ാം തീയതി തോന്നുന്നുണ്ട്. ഓക്കെ.
ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയ ഇവിടെ നമ്മുടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫൈനലായിട്ട് നമ്മുടെ പേൾ വൈറ്റ് അടിച്ച വണ്ടിയുടെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്റ്റയുടെ പേൾ അടിച്ച വണ്ടിയുടെ ഫൈനലായിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔട്ടർ ബോഡി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഡോറൊന്ന് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ പേൾ വൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പേളും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യം ഞങ്ങൾ റൂഫ് മൊത്തത്തിലടിക്കും, അതിന് ശേഷമാണ് ഔട്ടർ മൊത്തത്തിലടിക്കുക. 2 സ്റ്റേജായിട്ടാണ് വണ്ടിയുടെ പെയിൻറ്റിങ് ചെയ്യുക. 3 സ്റ്റേജ്, ഇനി ബമ്പർ പെയിൻറ്റിങ്ങും ബോണറ്റ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 3 പെയിൻറ്റിങ്ങിൽ പണിയെടുത്ത് തീർക്കും. അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, മാസ്കും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്യും. തുടർന്നും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങളുണ്ട്, അവർക്ക് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബൈ.